ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ് കൂട്ടുകാരുടെ EVS പരിസര പഠനത്തിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ അതിന്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയത്തിന്റെയും മലയാളം മീഡിയത്തിന്റെയും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ടിവിറ്റി 1, ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. അതായത് 1 word questions ആയിരിക്കും. അതായത് 1 word ആയിട്ട് ഉത്തരങ്ങളായിരിക്കും അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ ദേശീയ മൃഗം ഏതാണ്? അതായത് which is our national animal? Animal ഏതാണ്? നാഷണൽ animal കടുവ, ടൈഗർ ആണ്. അപ്പൊ ടൈഗർ എന്ന് എഴുതുക. രണ്ടാമത്തെ ചോദ്യം, കടലിനോട് ചേർന്നുള്ള പ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? What we call the region which it is close to the sea? അതായത് കടലിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ തീരപ്രദേശം അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയ എന്നാണ് പറയുന്നത്. അപ്പൊ ഉത്തരം തീരപ്രദേശം അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയ. Then activity 2, Mitra eats burger for breakfast always. Is it healthy for her? What are the ingredients which is contains in burger? അതായത് മിത്ര എന്ന് പറയുന്ന കുട്ടി എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബർഗർ ആയിരുന്നു കഴിക്കുന്നത്. അത് ഹെൽത്തി ആണല്ല, അല്ലെ? ഹെൽത്തി അല്ല. ബർഗർ ഒരിക്കലും ഹെൽത്തി ഫുഡ് അല്ല. അതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതായത് ഭക്ഷ്യവസ്തുക്കൾ എന്തൊക്കെയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മിത്ര എന്നും രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് ബർഗർ ആണ്. ഇത് ആരോഗ്യത്തിന് നല്ലതാണ്. അതിൽ എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്? അപ്പൊ ഉത്തരം എന്ന് പറയുന്നത് ആരോഗ്യകരമല്ല. ബർഗർ പോലെയുള്ള ജങ്ക് ഫുഡ്സ് നമ്മുടെ ശരീരത്തെ ദോഷമായി തന്നെ ബാധിക്കും. അതുപോലെ തന്നെ അസുഖങ്ങൾക്ക് ഇത് കാരണമാകും. അതിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറയുന്നത് ബണ്ണ്, തക്കാളി, കാബേജ്, കാപ്സിക്കം, ചിക്കൻ, സോസ്, മയോണൈസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും അതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷ് മീഡിയം, burger is not a healthy food. Eating these types of fast food can cause diseases like heart attack. Ingredients: bun, chicken, tomato, cabbage, lettuce, cheese, sauce, mayonnaise, etc. Then അടുത്ത question എന്ന് പറയുന്നത് activity 3 ആണ്. Write down some steps you can take to keep your house, home and surroundings clean. അതായത് വീടും പരിസരവും വൃത്തിയാക്കുന്നതിനായി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടപ്പിലാക്കുക? ചില കാര്യങ്ങൾ എഴുതുക. ഏതൊക്കെ സ്റ്റെപ്സ് നമുക്ക് എഴുതാം? cover the well with net. അതായത് കിണർ വലയിട്ട് മൂടുക. avoid the dirty situation. അതായത് മോശകരമായിട്ടുള്ള, അതായത് മലിനജലം കെട്ടി കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. have a dry day at least once day. അതായത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ഡ്രൈ ഡേ ആചരിക്കുക. then cut the forest around your home. അതായത് വീടിന്റെ ചുറ്റുവട്ടത്തിലുള്ള കാടും പരിസരവും തളിക്കുക. അതൊക്കെ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള സറൗണ്ടിങ്സിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. then activity 4 എന്ന് പറയുന്നത്, have you noticed chilies and papaya sprouting up in the surroundings without planting them? How can it possible? അതായത് നമ്മൾ നടാതെ തന്നെ മുളക്, പപ്പായ തുടങ്ങിയ സസ്യങ്ങൾ വളരുന്നു കണ്ടിട്ടുണ്ട്. എന്തായിരിക്കും ഇതിന്റെ കാരണം? എന്തായിരിക്കും? by birds and animals, by wind, by throwing away after use and throw the water seeds came everywhere. അതായത് മൃഗങ്ങളും പക്ഷികളും വഴിയും കാറ്റ് വഴി ഉപയോഗ ശേഷം വലിച്ചെറിയുമ്പോൾ ജലം വഴി തുടങ്ങിയ രീതിയിലൂടെ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് എത്താറുണ്ട്. അതാണ് പല സസ്യങ്ങളും നമ്മൾ നടാതെ തന്നെ മുളക്കുന്നത്. അപ്പൊ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെ നമ്മൾ നടാതെ തന്നെ ചിലതൊക്കെ മുളച്ചു വരുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അത് ചിലപ്പോൾ പക്ഷികളുടെയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ കാറ്റ് വഴിയോ അങ്ങനെയൊക്കെ ആയിരിക്കും അതവിടെ വന്ന് ചേരുന്നത്. then അടുത്തത് activity 5 ആണ്. observe the signboard. അതായത് why do we can't throw the avoid plastic object? അതായത് ചിത്രം നിരീക്ഷിച്ച് പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പ്ലാസ്റ്റിക് ഒരിക്കലും നമ്മൾ വലിച്ചെറിയരുത്. കാരണം എന്താണ്? it will take years to decompose, not good for nature, not good for all living things. അതായത് പ്ലാസ്റ്റിക് മണ്ണിൽ ലയിക്കുന്ന ഒരു വസ്തുവല്ല. അതുപോലെ തന്നെ മണ്ണിന് നാശം വരുത്തുന്നതാണ്. അതുപോലെ തന്നെ ജീവജാലങ്ങൾക്ക് ദോഷകരമാണ്. പ്ലാസ്റ്റിക് മണ്ണിൽ അലിയാൻ വർഷങ്ങൾ എടുക്കുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പൊ EVS അതായത് പരിസര പഠനത്തിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിപ്പോ കണ്ടു. അപ്പൊ ഇതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്കും എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി ചെയ്ത് പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.